എന്ത് പറ്റി അങ്ങേക്ക്? എനിക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞു തരും. എങ്ങനെ നിങ്ങൾ തോറ്റത്? എങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായത്? വലിയ സങ്കടമുണ്ട് സാർ. ഇതൊക്കെ ഇതേ രീതിയിൽ തന്നെ പിന്നെയും ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോ നമുക്ക് സങ്കടം തോന്നുന്നു. ഇത് ശരിക്കും എന്താ പറഞ്ഞത്? നവലിബറൽ പിന്നെ ഇത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ 10 കൊല്ലങ്ങൾ നശിപ്പിച്ച കേരളത്തെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിന് വരുമ്പോ പറയാം. സാറിനോടൊക്കെ എനിക്ക് വലിയ സ്നേഹമുണ്ട്. പക്ഷെ ദയവേദി ഇങ്ങനെയൊന്നും പറയരുതെന്നാണ് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്. നല്ല ആൾക്കാരൊക്കെ ഇവിടുന്ന് നാട് കടത്തി സാർ. ആ കെ രാധാകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിലെ സെക്രട്ടറി ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നന്നാവുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ നിങ്ങൾ നാട് കടത്തി വിടുന്നു സാർ. ആ പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിലേക്ക് ഇപ്പൊ ഉപനേതാവ് ഉണ്ടല്ലോ നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്താണ് കയറ്റിയിരുന്നത്. ഇതിനെക്കാളും നന്നാവും. മാറ്റങ്ങൾ വേണം സാർ. അല്ലാതെ നിങ്ങൾ ഈ പഴയതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. നിങ്ങൾ ചീറ്റാവരുത് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരിക്കലും ചീറ്റാവരുതെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെ ഇന്ത്യയിൽ എവിടെയും ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ഇന്ത്യയിലുണ്ടോ? അല്ല, ഞാൻ പറയും, ഞങ്ങളൊരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തന്നതാ. നിങ്ങളെ ഫ്രീ ആയിട്ടൊരു ഉപദേശം തന്നാ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞതാ. മനസ്സിലായില്ലേ? നിങ്ങള് സ്നേഹത്തോടു കൂടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ നാട് കടത്തിയ ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോണ്ടല്ലോ സങ്കടം തോന്നുന്നു. ഒരു കാലത്ത് നിങ്ങളെ കൂടെ വല്ലാതെ വിശ്വസിച്ച് നിന്നിരുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല.